വാസുട്ടൻ വരുന്നുണ്ടെങ്കിൽ കേറിക്കോ. ഞാൻ ആ ചായക്കട എടുത്തിറക്കാം. എന്റെ ഊര് ചുറ്റില് തീർന്നില്ല ഹരി. ഇനി ഒരു 5-6 വീടൂടെ കിടക്കുക. ഇനിയുണ്ട്, നീ വിട്ടോ. ആകാശതാരം താലിയണിഞ്ഞല്ലോ അമ്പിളി മാരത്തെ പൊന്മാനെ മലകളിൽ കവിதை പിറക്കുது കനവേ இதயம் துடிக்குது മനമേ. ആ ഞാൻ വിളിക്കാം. വാസുട്ടാ. ആ അയ്യോ മോളെ ഇപ്പൊ ഒരാൾ അന്വേഷിച്ചിട്ട് പോയുള്ളൂ. എന്നെയോ? അന്വേഷിച്ചു എന്ന് പറഞ്ഞാല് നാളെ പത്രം ഇടുന്ന കൂട്ടത്തിലേ ഒരു വീക്കിലി ഇടാൻ വേണ്ടിട്ടാ. മോളെ കണ്ടിട്ടില്ല, നേരിട്ട് പരിചയമില്ല, എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. എന്നു മുതലേ ഇടണ്ടേ? വീക്കിലി ഞാൻ എത്തിച്ചേരാം. മോള് പത്രത്തിന്റെ കൂടെ ഒന്ന് ഇട്ടാ മതി. മോൾ ഈ വെയിലത്ത് എങ്ങോട്ടാ? 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ആ എന്നാ ഞാൻ പൊക്കോട്ടെ? എന്നാ പറഞ്ഞത് മറക്കണ്ട, വീക്കിലി ഞാൻ എത്തിച്ചേരും. ശരി ശരി മോളെ. എന്റെ ദൈവമേ, ഈ വീട്ടിലേക്കാണോ അവളെ കൊണ്ടുവരാൻ പോകുന്നേ? ഇത് വീടാണോ അതോ കൊട്ടാരമാണോ? ഇങ്ങോട്ടേക്കുള്ള അവളുടെ വരവ് മുടക്കിയില്ലെങ്കിലേ ഞാൻ ജീവിതത്തിൽ കണ്ണടച്ചുറങ്ങൂല. ആ നോക്കട്ടെ. സാറേ, ஐயா, வந்த அம்மாவுக்கு சார்னு எவ்வளவு பிரியமான. அப்போ அம்மா நினைச்ச கல்யாணம் சார் வேണ്ടെന്ന് വെക്കാൻ പാടുണ്ടോ? സാർ அந்த பொண்ணு நல்ல பொண்ணு சார். அதான் அம்மாவுக்கு இவ்வளவு பிரியம். அம்மாவுக்காக அந்த பொண்ணை கல்யாணம் பண்ணுங்க சார். നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ പുറകെ നടന്ന് ഇത് പറഞ്ഞോണ്ട് നടക്കലേന്ന്. അമ്മയല്ല, ഈ ലോകം മുഴുവൻ ആഗ്രഹിച്ചാലും ഈ കല്യാണം നടക്കില്ല. നമസ്കാരം. ഞാൻ ജീവൻ മോനെ ഒന്ന് കാണാൻ വന്നതാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നടന്നോട്ടെ, ഞാൻ പിന്നെ വരാം. ഏയ്, നിങ്ങൾ എന്തിനാ വന്നേ? സാറേ, ഇവള് പൈത്യക്കാരി. அந்த நித்யாவோட குடும்பத்துக்கு கொடுமை பண்ண பைத்தியக்காரி. இறக்கி விடுங்க சார். മോ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞാലും സാരമില്ല. പക്ഷേ മോ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏട്ടൻ എന്തിനാ അവരോട് സംസാരിക്കുന്നേ? അലവരും ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളൊന്നും പറയണ്ട. നിത്യേച്ചിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഓടി നടക്കുവല്ലേ നിങ്ങള്? ഇപ്പൊ ഇവിടെ വന്ന് അഭ്യാസം കാണിക്കുവാണോ? അയ്യോ മോളെ, ഞങ്ങള് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഏട്ടന്മാര് രണ്ടാളും എന്നോട് ക്ഷമിച്ചു. ഞാനും മോനിപ്പോ നിത്യയുടെ വീട്ടിലല്ലേ, അതുകൊണ്ടല്ലേ ബന്ധുക്കാരുടെ അടുത്തൊക്കെ വന്നത്. വേണ്ട, ഏത് വേഷം കിട്ടാനും നളിനിക്ക് ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം. നാണോ മാനോ ഇല്ലാത്തവർക്ക് എന്തു ആവാലോ. പക്ഷേ ഏട്ടന്മാരെ പറഞ്ഞു പറ്റിച്ച കാര്യങ്ങൾ കൊണ്ട് ഇവിടെ കയറിക്കൂടാന്ന് കരുതരുത്. സുജാതയ്ക്ക് ഇഷ്ടമല്ലാത്ത ആരും ഈ വീടിനകത്ത് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? ഞാൻ ഇവിടേക്ക് വരാൻ പോകുന്ന പെണ്ണിന്റെ അമ്മായിയാണ്. അതിന് ഒരുപാട് മുൾച്ചെടികൾക്കിടയിൽ നിന്നും ഒരു മനോഹരമായ പൂവ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. അത് മാത്രമേ ഈ കുടുംബം സ്വീകരിക്കൂ. ഇറങ്ങാൻ. അല്ല, ഇറങ്ങാൻ. നിർത്തി, എല്ലാം നിർത്തി. ഞാൻ പോവാ. ടാറ്റാ. ഇയാൾ എന്തൊരു മനുഷ്യന്. എല്ലാരും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കുക അവളെ സംരക്ഷിക്കാൻ.
നന്നായി അച്ഛ. അവർക്ക് ഇത് തന്നെ കിട്ടണം. ആമാ. ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ആ സ്ത്രീ വളരെ മിടുക്കിയ. ഗേറ്റ് വിട്ട് ഇങ്ങോട്ട് കടത്തിക്കൂടാ. പറഞ്ഞു മനസ്സിലായോ? വാ മോളെ. പറഞ്ഞ മനസ്സിലായോ? ഇല്ലേ? എല്ലാവർക്കും ഇപ്പൊ എന്നെയാണ് അമ്മായി. വിശ്വാസമില്ലാത്ത. നിക്കേ. അയ്യോ ഞാനില്ലേ. അമ്മായി പറയാനുള്ളത് പറഞ്ഞിട്ട് പോയാ മതി. ഇനി ഇപ്പൊ അത് പറഞ്ഞ മോനും കൂടെ എന്നെ തെറ്റിദ്ധരിക്കും. പറ. അത് പിന്നെ മോൻ ഇത്രയും വലിയ കൊട്ടാരത്തില് രാജകുമാരനെ പോലെ കഴിയുന്ന ഒരുത്തനല്ലേ. മോന് വഴി തെറ്റി നടക്കുന്ന ഒരു പെണ്ണിന് ആവശ്യമുണ്ടോ? വഴി തെറ്റി നടക്കുന്നതോ? എങ്കപ്പ ഇരിക്ക്. എന്റെ പൊന്നു മോനെ, അച്ഛനും മോളും കൂടെ കല്യാണത്തിന് കാശുണ്ടാക്കാനെന്നും പറഞ്ഞ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടണെന്ന് അറിയാമോ? അവള് നേരം വെളുക്കുമ്പോ പോയാ വൈകുന്നേരാ കേറി വരിക. ഈ നേരം വരെ എന്തെടുക്കുവാന്ന് ചോദിച്ച ഒറ്റ ചാട്ടവാ എന്റെ നേർക്ക്. അല്ല, അവള് ചെല്ലുന്നിടത്തെ ഈ കാശും പിടിച്ചു നിൽക്കുന്നത് ആരാ? അതിന് മാത്രം അവക്കെന്താ ഇത്ര പണി? ദേ, അമ്മായി ദോഷം പറയാണെന്ന് കരുതരുത്. കുറച്ചു നാള് കഴിഞ്ഞ് തെറ്റായ വഴി കൂടെ പൈസയൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചു കഴിയുമ്പോ വഴി കൂടെ പോണവരൊക്കെ മോനെ കണ്ടിട്ടേ ദേ ഇങ്ങോട്ട് നോക്ക് എന്നൊരു ചിരിയിരിക്കും. അതെന്തിന്റെ പേരിലാണെന്ന് അമ്മായി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ ചൊല്ലിട്ടിരിക്കേ? എന്നാ അമ്മായി പോട്ടെ മോനെ. പോയാച്ചാ? സാറേ, അവരെന്നാ ചൊല്ലിച്ച്? കല്യാണം മുടക്കാനുള്ള വഴി നിത്യ തന്നെ കാണിച്ചു തരും. ഹരി രമോനെ, അമ്മാവൻ ഇത് എവിടെയായിരുന്നു? ഞാൻ വെറുതെ ഒന്ന് പുറത്തോട്ടിറങ്ങിയതാ. പിന്നെ ഒന്ന് രണ്ടുപേരെ കണ്ട് സംസാരിച്ച് അങ്ങ് നേരവും പോയി. എടാ ഹരി, നിനക്ക് ആ വാഴപ്പള്ളിയിലെ സോമനെ അറിയാവോ? ആ ഒറ്റപ്പാലത്തുള്ള ആളല്ലേ? ആ പഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരന്റെ അനിയൻ. ആ അത് തന്നെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിലെ അയാളുടെ ഭാര്യയും മോളെയും കണ്ടു. മോള് നല്ല സുന്ദരി കൊച്ച. അവൾക്ക് നമ്മുടെ താലൂക്ക് ഓഫീസിലാ ജോലി, ക്ലർക്കാ. അപ്പോ ഞാൻ വെറുതെ ആ കൊച്ചിന്റെ കല്യാണമായോ എന്ന് വിശേഷം ചോദിച്ചു. ഇല്ലെന്നാ അവളുടെ അമ്മ പറഞ്ഞേ. അമ്മാവനെന്താ ബ്രോക്കർ പണിയെല്ലാം തുടങ്ങുന്നുണ്ടോ? ബ്രോക്കർ ആകേണ്ടി വന്നാൽ ഞാൻ ബ്രോക്കറാവും. അത് നിനക്ക് വേണ്ടിയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അതങ്ങ് നിർവഹിക്കും. ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരാനുള്ള സകല ലക്ഷണങ്ങളും ഉണ്ട്. മോനെ, നിനക്ക് നന്നായിട്ട് ചേരും. അമ്മാവൻ ചെന്ന് വേഷമൊക്കെ മാറ്. അതെന്താടാ ഒരു ഒഴിഞ്ഞു മാറ്റം? വീണയുടെ കാര്യത്തില് നമ്മൾ ഏകദേശം ഒരു തീരുമാനത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതിയത് നിനക്കും പറ്റിയൊരാളെ കണ്ടുപിടിച്ച ഒരുമിച്ച് ഒരേ പന്തിൽ തന്നെ നടത്താലോ എന്നാ. എന്നെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. വീണയുടെ കല്യാണം കഴിയട്ടെ. അല്ല മോനെ, അതെ. അല്ല, എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം നിന്റെ മനസ്സിലുണ്ടോ? ഇല്ല. അത് കള. ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഇവിടം വരെ എത്തിയത്. എടാ മോനെ, എന്തുവാ സംഭവം? നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോ. ദേ
ഈ ഇട്ടിരിക്കുന്ന വേഷത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നു, ഉറപ്പിക്കുന്നു. അത്ര തന്നെ. അതിന് അമ്മാവൻ ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല, അതൊക്കെ ഉറച്ചുപോയി. എന്ന് വെച്ചാ നീ വാക്കു കൊടുത്താ? അത്രയ്ക്കൊന്നും പോയിന്റ് വന്നില്ല. അനുപെ വഴി മുടങ്ങി. എടാ മോനെ, നീ കാര്യം തെളിയിച്ച് പറ. ആ, അമ്മാവനോട് കള്ളം പറഞ്ഞ എനിക്ക് ശീലമില്ല. എനിക്കൊരാളോട് ഇഷ്ടമായിരുന്നു. ഞാൻ അവളെ കണ്ടിട്ടില്ല. മോനെ, എനിക്കൊന്നും അറിയാതെ പോയല്ലോ. അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെയാണെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞാൻ തപ്പി കണ്ടുപിടിക്കില്ലായിരുന്നോ? അത് പോട്ടെ അമ്മാവ. ഏതായാലും ഇനി വേറൊരു കാര്യം മനസ്സിൽ ചിന്തിക്കണമെങ്കിൽ കുറച്ച് കാലം എടുക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ മുറിഞ്ഞതാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റലൊക്കെ ഉണ്ട്. മോനെ, ഈ കല്യാണ കാര്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരുടെ കയ്യിൽ നിൽക്കുന്ന സംഗതിയല്ല. ആരോടൊപ്പം ജീവിക്കണമെന്നൊക്കെ മുകളിൽ ഇരിക്കുന്ന ഒരാളാ തീരുമാനിക്കുന്നത്. ഇപ്പോ തീരുമാനിച്ച കാര്യത്തില് എന്തെങ്കിലും മാറ്റം വരുമോന്ന് എനിക്കറിയാൻ വഴിയില്ല. അങ്ങനെ ഒരു ഉറപ്പ് നിന്നോട് ഞാൻ പറയുന്നുമില്ല. പക്ഷേ നീ ഇഷ്ടപ്പെട്ട പെണ്ണ് നിന്റേതാണെന്ന് ഒരു വിധി മുകളിലുണ്ടെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും എത്ര ചുറ്റിത്തിരിഞ്ഞാലും അത് നിന്റെ അടുത്ത് തന്നെ എത്തിയിരിക്കും. കേട്ടോടാ മോനെ? അമ്മാവന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷെ എനിക്കതില്ല. മധുര നൊമ്പരക്കാറ്റ്. ഹരി, എവിടെയാണോ ഇയാള്? കുറച്ചു നാൾ കഴിയുമ്പോ ഇതിന്റെ സുഗന്ധം അവസാനിക്കുമായിരിക്കും. ഇത് പൊടിഞ്ഞു പൊടിഞ്ഞ് ഇല്ലാതാവുമായിരിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ ഇത് ഏറ്റവും മധുരമുള്ള ഓർമ്മയാ, എന്നും സുഗന്ധമുള്ള ഓർമ്മയാ. മോളെ കഴിക്കാനെടുക്കാൻ നേരായില്ലേ?
എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. ദാ വരുന്നു അച്ഛാ. കാറ്റിനും അറിയാം കവിതയുടെ മഹത്വം. നാളെ മുതല് ആ പത്രേജന്റിനെ വിളിച്ചു പറ ചെല്ലാൻ പറ്റില്ലെന്ന്. അത് ശരിയാവില്ല ചെറിച്ച. ഞാനൊരു തൊഴിൽ ആഗ്രഹിച്ചപ്പോ തന്നെയാളാ. അപ്പോ അതിലൊരു ഉത്തരവാദിത്വം ഞാൻ കാണിച്ചല്ലേ പറ്റൂ. ആ എന്ത് ഉത്തരവാദിത്തം? ഇതൊക്കെ നല്ല കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? എന്റെ വീടിനടുത്ത് പത്രം ഇടാൻ വരുന്നൊരു പയ്യനുണ്ട്. എന്താണ് അവന്റെ പേര്? രമേശൻ. രമേശൻ. അവനെ കാലത്ത് കൊണ്ടൊന്ന് പേപ്പർ ഇടും. പക്ഷെ ഉച്ചനേരത്ത് അവനെ കണ്ടാലേ നാലുകാലേല്. അത് അയാളുടെ കാര്യല്ലേ അമ്മായി. ഇതേ തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തുന്ന എത്ര പേരുണ്ടെന്നറിയോ? അമ്മായി അവരെ ഒന്നും കാണാത്തതുകൊണ്ടാ. അതെ, ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാല് ഉത്തരവാദിത്തത്തോടെ തീർക്കണമെന്നുണ്ട്. അതിനിപ്പം ആരും തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ട. നിത്യേച്ചിക്ക് അയാളോട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, എനിക്ക് റൂട്ട് പറഞ്ഞു തന്നാ മതി. നാളെ മുതൽ പത്രം ഞാനിട്ടോളാം. വേണ്ടടാ, ഞാനിത് ഒരു മഹത്വമുള്ള തൊഴിലായിട്ടാ കാണുന്നത്. അത് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കല്യാണത്തിന് മുമ്പ് അച്ഛനെ സഹായിക്കാൻ പണത്തിന് വേണ്ടിയല്ലേ മോളിത് ചെയ്യുന്നേ. ചെറിയച്ഛന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. നിന്റെ കല്യാണത്തിന് അത് ചെറിയച്ഛൻ തന്നോളാം. വേണ്ട ചെറിച്ച. ഇപ്പോ എന്റെയും അച്ഛന്റെയും മനസ്സ് പരിപൂർണ സന്തോഷത്തിലാ. അതിന്റെ കാരണം സമ്പന്നരായ കുറെ ബന്ധുക്കളുണ്ട് എന്നതുകൊണ്ടല്ല. നിങ്ങളൊക്കെ എന്റെ അച്ഛന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാ. ഇതിലും വലിയ സമ്പത്ത് വേറൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സന്തോഷത്തോടെ ചെയ്തോളാം. നിങ്ങളാരും അതിന്റെ പേരിൽ വിഷമിക്കണ്ട. ആ പറഞ്ഞതാണ് കാര്യം. ഏട്ടന്റെ കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി അത് അവള് വാങ്ങി വെക്കോ? ഇവളെ മിടുക്കിയ. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ എന്റെ കുടുംബം തിരിച്ചു പിടിച്ചു. ആ എല്ലാം ദൈവനിശ്ചയം. ആ എന്നാ മോളിരുന്ന് കഴിക്ക്. എന്നിട്ട് നേരത്തെ കിടക്കാൻ നോക്ക്. ചെല്. ഇതങ്ങോട്ട് കൊടുത്തു. ജീവിതത്തെക്കുറിച്ച് അവളുടെ ഒരു വിശദീകരണം, ചെറിയച്ഛന്റെ സപ്പാട്ട് കേട്ടിട്ട് എന്നെ ചൊറിഞ്ഞു വരിക. അമ്മേ, പേടിച്ചു പോയല്ലോടാ. പോയാലോ അമ്മേ? എങ്ങോട്ട്? അമ്മ ഈ വഴി ഇറങ്ങിയത് മുങ്ങാനാന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞമ്മാവനും വല്യമ്മാവനും പോറ്റ സെറ്റാ. അമ്മയുടെ ഒരു പണിയും നടക്കത്തില്ല. നമ്മക്ക് ഈ വഴി അങ്ങ് പോവാം അമ്മേ. നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ നീ തന്നെ അങ്ങ് പോയാ മതി. നിന്നെ കൊണ്ടല്ലെങ്കിൽ തന്നെ എന്ത് പ്രയോജനാടാ ഉള്ളേ? അവളൊരു പെൺകുട്ടിയാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാനും എന്ത് പണിക്ക് പോവാനും അവൾക്ക് ഒരു മടിയുമില്ല. അത് കൊണ്ട് പഠിച്ചുവിടറ നിനക്ക്. ഞാനും നാളെ മുതൽ പത്രം ഇടാൻ പോവും, ട്യൂഷൻ എടുക്കാനും പോവും.
ട്യൂഷൻ എടുക്കാൻ അങ്ങ് ചെന്നാലും മതി. എടാ, അങ്കനവാടി പഠിക്കുന്ന ഒരു കുട്ടിക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിവരമെങ്കിലും നിനക്കൊണ്ടോടാ? അമ്മേ മിണ്ടി പോകരുത്. ഒന്നുകിൽ ഒരു ഇത്തിരി ചൊവ്വും മെനയും വേണം, അല്ലെങ്കിൽ 4 അക്ഷരം പഠിക്കണം. എന്നിട്ട് നിന്നെ ഞാനിങ്ങനെ കൊണ്ടു കിടക്കുന്നില്ലേ? അവള് കുടുംബത്തോടുള്ള സ്നേഹം പറയുമ്പോഴേ കേട്ടിട്ട് കൊതിയാവുക. കണ്ടു പഠിക്കണം മര കഴുത. അപ്പോ അമ്മയും കൂടെ അവരുടെ സെറ്റായി. എന്റെ ഭഗവാനെ, എന്നെയും കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? അങ്ങനാണേ ഞാൻ പട്ടിണി കിടന്ന് ചാവും. നിത്യ കഷ്ടപ്പെടുന്ന കണ്ടിട്ടല്ലേ അമ്മയുടെ ഈ തുള്ളല്. അത് ഞാൻ നിർത്തിത്തരാം. അവളെ നാളെ പണിക്ക് പോകുന്ന എനിക്കൊന്ന് കാണണം.